തൊഴിലുറപ്പ് പദ്ധതി തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കാഞ്ഞങ്ങാട് നഗരത്തിൽ മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കാഞ്ഞങ്ങാട് നഗരത്തിൽ മാർച്ച് നടത്തി. രാവിലെ മുതൽ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങളിലും മറ്റുമായി എത്തിയവർ നോർത്ത് കോട്ടച്ചേരിയിൽ സംഗമിച്ച് ഒരു പ്രളയമായി നഗരത്തിലൂടെ നീങ്ങുകയായിരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു മാർച്ച്. പദ്ധതി അട്ടിമറിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്ന് ഗ്രാമീണ ദരിദ്രരുടെ ജീവിതം തകർക്കുന്നതാണ് പുതിയ VBGRAMG നിയമം. ഏറ്റെടുക്കാവുന്ന പ്രവൃത്തികൾ കുറച്ചതും കാർഷിക മേഖലയെ പൂർണ്ണമായും ഒഴിവാക്കിയതും 125 ദിവസം തൊഴിൽ നൽകുമെന്ന പ്രഖ്യാപനം അസാധ്യമാക്കുന്നതുമാണ് പുതിയ നിയമം എന്നും ഇവർ പറഞ്ഞു. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയെ തൊഴിലറക്കുന്ന പദ്ധതിയാക്കിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പുതുതായി കൊണ്ടുവന്ന നിയമത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഈ നിയമം പാർലമെന്റിൽ പാസാക്കുമ്പോൾ അതിനെതിരായ പ്രതിഷേധം ശക്തമായിരുന്നു. പുതിയ നിയമനിർമ്മാണത്തെ പ്രതിപക്ഷം എതിർത്തു. അത് ഈ നാടിൻ്റെ വികാരമായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം 2005 കൊണ്ടുവന്നത്. ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്താണ്. ജില്ലാ പ്രസിഡന്റ് P ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. M രാജഗോപാലൻ MLA, CH കുഞ്ഞമ്പു MLA, മുൻ MP P കരുണാകരൻ, മുൻ MLA KV കുഞ്ഞിരാമൻ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം M രാജൻ, മുൻ MLA K കുഞ്ഞിരാമൻ, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, ജില്ലാ ട്രഷറർ പാലക്കോൽ രാജൻ, AV രമണി, കൈനി കുഞ്ഞിക്കണ്ണൻ, രാജൻ, PP സുകുമാരൻ, K സന്തോഷ് കുമാർ, ജയകുമാരി, സേതു, MG പുഷ്പ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഗൗരി പനയാൽ സ്വാഗതം പറഞ്ഞു. നോർത്ത് കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് മാർച്ച് ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.